വന്നിരിക്കുന്നത് എങ്ങനെയാണ് ബസ് സിമുലേറ്ററിൽ ലിവറിയിൽ സ്റ്റിക്കർ ആഡ് ചെയ്യാന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയ ശേഷം ഞാൻ ബ്ലാക്ക് മാൻ എന്ന ലിവറിയാണ് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരെ പിക്സാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അതിനകത്ത് കയറുക. അതിനുശേഷം എഡിറ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ലിവറി എടുക്കുക. ആഡും കാര്യങ്ങളൊക്കെ വരും, അതൊന്നും ചെയ്യാക്കണ്ട. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ എങ്ങനെ ആഡ് ചെയ്യാണ്, അത് ആഡ് ചെയ്യാൻ ഫോട്ടോ ഒന്നുണ്ടാവും. അതെടുത്തതിന് ശേഷം ഞാൻ ഈ പുലിൻ്റെയാണ് ടൈഗറിൻ്റെയാണ് എടുക്കുന്നത് ഫോട്ടോ. അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബസ്സിന് കറക്റ്റായി വെക്കുക. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഇതെടുക്കുക. അത് എടുത്തതിന് ശേഷം സോറി ആയിട്ടില്ല, വീണ്ടും ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷം നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നിടത്ത് വെക്കുക. ആപ്പിൻ്റെ പേര് പിക്സാർട്ട് എന്നാണ്. അപ്പോൾ നമ്മൾ മേലിൽ വെച്ച ഒരു ടൈഗറിൻ്റെ ഫോട്ടോ അതേ താഴെ തന്നെ വെക്കണമെന്നുണ്ട്. പക്ഷേ എന്നിട്ട് അതിന് ശേഷം ഫ്ലിപ്പ് റൊട്ടേഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ വെക്കുക. അപ്പോൾ റൈറ്റിൽ തിരിഞ്ഞ ടൈഗർ ലെഫ്റ്റിലേക്ക് വീഴും. അപ്പോൾ അവിടെ സെറ്റ് ചെയ്യുക. അതിനുശേഷം ടിക്ക് അടിക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇത്രയേ പരിപാടിയുള്ളൂ ഗൈസ്. പിന്നീട് നമ്മുടെ ബസ്സിൻ്റെ കണ്ണാടി ബ്ലാക്ക് ആയാലുള്ള ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ നേരെ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, അതിനെ ചെയ്ത പോലെ ചെയ്യുക. അതിനുശേഷം ഓട്ടോ കളർ എന്ന ഇതെടുത്തതിന് ശേഷം അവിടെ ഇങ്ങനെ വെച്ച് നമ്മളവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഫിംഗർ ഇങ്ങനെ ഇളക്കിയാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിക്കർ ഇളകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കണ്ണാടി ബ്ലാക്ക് ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കുക. അപ്പോൾ നമ്മളെല്ലാം ചെയ്തതിനു ശേഷം സേവ് അടിക്കുക. സേവ് അടിച്ചതിന് ശേഷം നമ്മൾ നേരെ ബസ് സിമുലേറ്ററിലേക്ക് കയറുക. ബസ് സിമുലേറ്ററിൽ കയറുക. അതിന് ശേഷം നമ്മൾ ഗ്യാരേജിലേക്ക് പോവുക. ഗ്യാരേജിൽ മൂന്നാമത്തതൊരു കളറിൻ്റെ ഒരു ഇതുപോലെ കാണാം. അപ്പോൾ നമ്മൾ നേരെ ഫയൽ ഇടുക. അതിന് ശേഷം പിക്ചർ എടുക്കുക. പിക്ചർ എടുത്തതിന് ശേഷം അതിൻ്റെ നടുക്ക് ഇറേസർ എന്ന് പറഞ്ഞ് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. സോറി, ഇതാണ് ഇറേസർ ചെയ്യാതെ എടുത്താനുള്ള പ്രശ്നം. ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ പേര് കാണില്ല. അപ്പോൾ നമ്മൾ നേരെ ബാക്കാക്കിയ ശേഷം ഒന്നും കൂടിയും പോവുക. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ നേരത്തെ ചെയ്തതുപോലെ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ സ്റ്റൈൽ. ഇതാണ്, നമുക്കിത് കാണാം. ഓക്കെ, അപ്പം ഇതെടുത്തത് ഇങ്ങനെയാണ്. പിക്ചർ ഇറേസർ വെക്കുക. അതിനുശേഷം ഏറ്റവും താഴെയുള്ളതാണ് ഞാൻ ആഡാക്കിയത്. ഓക്കെ, ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.